വെള്ളാപ്പള്ളിക്കെതിരെ നീക്കം ശക്തമാക്കി VM സുധീരൻ. SNDP നേതാവും മൈക്രോ ഫിനാൻസ് കോർഡിനേറ്ററുമായിരുന്ന KK മഹേശന്റെ മരണം SIT അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി കോൺഗ്രസ് നേതാവ് VM സുധീരൻ. മഹേശന്റെ ഭാര്യ നൽകിയ സങ്കട ഹർജി അടക്കമുള്ള പകർപ്പ് കൂടി മുഖ്യമന്ത്രിക്ക് അയച്ചുകൊണ്ടാണ് സുധീരന്റെ പുതിയ നീക്കം വരുന്നത്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് നിരവധി തവണ മഹേശന്റെ കുടുംബം വെള്ളാപ്പള്ളിയുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും ഗൗനിച്ചതേയില്ല. ഈ സർക്കാരിന്റെ കാലത്തും നീതി അകലെയാണോ ആ കുടുംബത്തിന്? സമുദായ നേതാക്കൾ കണ്ണുരുട്ടിയാൽ മുട്ടിടിക്കുമോ ഈ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും? ഒരു സമുദായ നേതാവിന്റെയും ചൊൽപ്പടിക്ക് നിൽക്കില്ലെന്ന് വീരവാദം മുഴക്കാറുള്ള മുഖ്യമന്ത്രി കാര്യങ്ങൾ ദയവ് ചെയ്ത് കാണണം, ദയവ് കാണിക്കണം. സുധീരനോട് മുഖം തിരിക്കുമോ അതോ ആക്ഷൻ ഉണ്ടാകുമോ എന്നാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി അതിരൂക്ഷമായ ഭാഷയിലാണ് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ സുധീരനെതിരെ ആഞ്ഞടിച്ചത്. സുധീരനല്ല ഏത് ധീരൻ വന്നാല് ഒരു ചുക്കും സംഭവിക്കില്ല എന്ന ഭാഷയിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ കഴിഞ്ഞ ദിവസത്തെ വെല്ലുവിളി. അതൊന്നുകൂടി കേൾക്കാം. ആര് പറഞ്ഞ ഒരു ചുമ്മാ ചപ്പളാച്ചൊടിച്ചാൽ മതിയാ, തെളിയിക്കണ്ടേ? നിങ്ങളൊരു മനുഷ്യൻ പറഞ്ഞാണ് മൈക്രോ ഫൈനാൻസ് കൊടുക്കണേൽ എനിക്ക് നേരിട്ട് ആർക്കെങ്കിലും പൈസ ഞാൻ കൊടുത്തെങ്കിൽ ഞാൻ തിരിച്ചു മേടിക്കുന്നുണ്ടോ? അത് ചെക്ക് വഴി കൊടുക്കുന്നു. അവർ മേടിച്ച പൈസ മുഴുവൻ സർക്കാരിൽ തിരിച്ചടക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ദുഷ്ടശക്തികൾ ഇങ്ങനെയാണെന്ന് ഒരുപാട് ഇവിടെ അന്വേഷിക്കട്ടെ. സർക്കാർ മാറി വന്നതുകൊണ്ട് എന്താണ് നിയമം മാറിയിട്ടില്ല. ഏത് സർക്കാരാകട്ടെ, ഇപ്പോൾ സുധീരനാണ് ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്കറിയാം. സുധീരനല്ല ഏത് ധീരം വന്നാലും തിരക്കില്ല. ഒരു ചുക്ക് എൻ്റെ രോമനം തുടങ്ങാനൊക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ടോ? നിങ്ങൾ തന്നെങ്കിൽ കവിശ മുഴുവൻ സർക്കാരിൽ അടയ്ക്കാനുള്ള മുഴുവൻ അടച്ചില്ലേ? പിന്നെ എന്താണിത്? അപ്പോൾ സുധീരൻ വീണ്ടും കത്തയക്കുന്നു സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക്. ഈ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കുടുംബത്തിന്, മഹേശന്റെ കുടുംബത്തിന് നീതി വേണമെന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ എന്തായിരിക്കാം ഇനി സർക്കാരിന്റെ നിലപാട്? നടപടി ഉണ്ടാകുമോ? രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട്. രാഹുൽ, വിവരങ്ങൾ. മുൻപ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമാണ് VM സുധീരനും വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ തുറന്ന പരസ്യമായൊരു പോര് നമ്മൾ കാണുന്നത്. ഇപ്പോഴെന്തായാലും അതിൻ്റെ മറ്റൊരു ഭാഗം അരങ്ങേറുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പോര് തുടരുകയുമാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തി അധിക്ഷേപത്തിലേക്ക് പോകുന്നത്. ഇത്തരത്തിൽ ആലപ്പുഴയിൽ നിന്ന് രാഷ്ട്രീയമായി VM സുധീരനെ കെട്ടുകെട്ടിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള വ്യക്തി വിരോധമാണ്. അതിനുശേഷം വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്കും വെള്ളാപ്പള്ളി നടേശൻ പോകുന്നുണ്ട്. നിലവിൽ എന്തായാലും അതിന് മറുപടിയായി മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതുകയാണ് VM സുധീരൻ. ഏറ്റവും പ്രധാനമായി മൈക്രോ ഫൈനാൻസ് തട്ടിപ്പും അതിനുശേഷം SNDP യൂണിയൻ ഭാരവാഹിയായിരുന്ന, കടിച്ചുകുളങ്ങരയിലെ ഭാരവാഹിയായിരുന്ന KK മഹേശന്റെ ആത്മഹത്യയിലും വെള്ളാപ്പള്ളി നടേശനും കൂട്ടാളികൾക്കും പങ്കുണ്ട്. അത് കൃത്യമായി അന്വേഷിക്കണം എന്ന അഭ്യർത്ഥനയുമായാണ് ഇപ്പോൾ എന്തായാലും VM സുധീരൻ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്തെഴുതിയിരിക്കുന്നത്. അതിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രധാനമാണ്. കാരണം ഇതൊരു അന്വേഷണം നടത്തണം എന്ന താല്പര്യത്തോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ നിലവിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു, കഴിഞ്ഞ സർക്കാർ വെള്ളാപ്പള്ളി നടേശനെടുത്ത നിലപാട് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു സമ്മർദ്ദ തന്ത്രമായി കൂടി നമുക്ക് ഈ കത്തിനെ പരിഗണിക്കാം. കാരണം ഈ കത്തിൽ പറയുന്നത് കഴിഞ്ഞ സർക്കാർ ഈ പരാതി ലഭിച്ചപ്പോൾ വെള്ളാപ്പള്ളിയെ പ്രീണിപ്പിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോയി. ആ നടപടിയുമായി ഈ സർക്കാർ മുന്നോട്ട് പോകില്ല എന്ന പ്രതീക്ഷയാണുള്ളത് എന്ന് പറയുന്നു. ഒപ്പം KK മഹേശന്റെ ഭാര്യയുടെ സങ്കട ഹർജി കൂടി ഇതിന്റെ ഭാഗമായി ചേർത്ത് വെക്കുന്നുമുണ്ട്. അപ്പോൾ സർക്കാർ നടപടിയുമായി മുന്നോട്ട് പോകണം, അത് നീതിയാണ്. കഴിഞ്ഞ സർക്കാർ നിന്നതുപോലെ വെള്ളാപ്പള്ളിക്കൊപ്പം ചേർന്ന് നിൽക്കരുത് എന്ന കാര്യം കൂടി VM സുധീരൻ അതിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നിലവിൽ എന്തായാലും വിഷയം വലിയ ചർച്ചയാവുകയാണ്. ഇതിൽ വെള്ളാപ്പള്ളി നടേശനും കൂട്ടാളികൾക്കും മൈക്രോ ഫൈനാൻസ് തട്ടിപ്പിൽ അതിൽ ഒരു പങ്കുണ്ട് എന്ന് ശ്രീനാരായണ ധർമ്മപരിപാലന കോർഡിനേഷൻ കമ്മിറ്റിയും നിലവിൽ ഇന്ന് അഭിപ്രായവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം വലിയ ചർച്ചയാവുകയാണ്. അപ്പോൾ സർക്കാർ എന്ന നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ എന്തായാലും ആഭ്യന്തരമന്ത്രിയോട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഇന്ന് ആരാഞ്ഞപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരിക്കാതെയാണ് ആഭ്യന്തരമന്ത്രി മടങ്ങിയത്. അപ്പോൾ എന്തായാലും ഈ വിഷയം സർക്കാർ എങ്ങനെ കൈകാര്യം ചെയ്യും, സർക്കാർ എന്ന നിലപാട് കൈക്കൊള്ളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻ KPCC അധ്യക്ഷൻ കൂടിയായ VM സുധീരൻ ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ അത് കഴിഞ്ഞ സർക്കാരുമായി താരതമ്യപ്പെടുത്തി നീതി നടപ്പിലാക്കേണ്ടത് നിലവിലെ സർക്കാരാണെന്ന് കൂടി പറയുമ്പോൾ എത്തരത്തിലാകും സർക്കാർ ഈ വിഷയത്തോട് പ്രതികരിക്കുക എന്നത് നിർണായകമായി നിൽക്കുകയാണ്.